ഈ ഒരു പൊതുയോഗത്തിൻ്റെ അധ്യക്ഷൻ CPM-ൻ്റെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ബാലേട്ടൻ, പൊതുയോഗം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് ശ്രീ KK ജയപ്രകാശ് അവർ, വേദിയിലുള്ള മറ്റ് നേതാക്കൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ഇങ്ങനെയൊരു പൊതുയോഗം നടത്താൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർബന്ധിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നാടിനെ സേവിക്കാനാണ് എന്നുള്ളതാണ് പൊതുധാരണ. നാട്ടിലെ ആവശ്യങ്ങൾ അറിഞ്ഞും നാടിനു വേണ്ടിയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യർ ജീവിച്ച നാടാണിവിടെ. പക്ഷേ ഇത് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത്, പ്രത്യേകിച്ചും കോൺഗ്രസ്, അത് രാഷ്ട്രത്തിന് വേണ്ടിയല്ല, മറിച്ച് കുടുംബത്തെ സേവിക്കാനുള്ളതാണ് എന്ന് കണ്ണൂരിലെ MP-യും KPCC-യുടെ പ്രസിഡന്റുമായിട്ടുള്ള K. സുധാകരൻ തെളിയിച്ചിരിക്കുകയാണ്. നാടിനെ സേവിക്കുന്നതിന് പകരം ഇപ്പോൾ കുമ്പപ്പടി തറവാടിനെ വികസിപ്പിക്കാനുള്ള ശ്രമമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ കൂത്തുപറമ്പ് നഗരത്തിൽ നിന്ന് 20 മിനിറ്റ് യാത്ര ചെയ്താൽ K. സുധാകരൻ്റെ ഭവനത്തിന് മുമ്പിലെത്താം. ആ ഭവനത്തിലേക്കുള്ള കവാടം അതിവേഗത്തിൽ കടക്കാമെന്ന് CPM-കാരൊന്നല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാർ വിചാരിച്ചാൽ പോലും പറ്റില്ല. 16,000 അടി ചതുരശ്ര അടി ഒരു വീട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണൂർ ജില്ലയിൽ, ഇല്ലെങ്കിൽ കേരളത്തിൽ, ഏത് രാഷ്ട്രീയ നേതാവിനാണ് ഇത്രയധികം ചതുരശ്ര അടിയുള്ളൊരു മണിമാളികയുള്ളത്? രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ പോട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരു ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ്, ഒരു ജോലിയുണ്ട്. ഏത് ജോലി എടുത്താലും ഏതാണ്ട് 4-5 കോടി രൂപ വില വരുന്നൊരു വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതാർക്കാണെന്ന് സ്വപ്നം കാണാൻ സാധിക്കുക? പക്ഷെ ഒരു MP-യായി നിന്നുകൊണ്ട്, മന്ത്രിയായും MLA-യായി നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള അഴിമതി പണം കൊണ്ടാണ് കണ്ണൂരിലെ ഈ മണിമാളിക K. സുധാകരൻ പണിതിട്ടുള്ളത്. ഇത് അഴിമതി മാത്രമല്ല, ഇന്ന് പോക്സോ കേസിലൊരു പ്രതിയാണ് K. സുധാകരൻ. KPCC പ്രസിഡന്റ്, അതായത് കോൺഗ്രസിന്റെ പഴയ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും ഒരുപോലെയൊന്നല്ല. പക്ഷെ കോൺഗ്രസിന്റെ സംസ്കാരം എന്ന് പറയുന്നത് അതേതാണ്ട് ഒരുപോലെയാണ്. ആ സംസ്കാരം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ചുമതലയേറ്റ KPCC പ്രസിഡന്റ് അത് ഭംഗിയായി ഇപ്പോ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ നാടിനെ ഒരു കാലത്ത് കണ്ണൂരുകാർക്ക് K. സുധാകരനെ കുറിച്ച് ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അഴിമതി മാത്രമല്ലല്ലോ, പെൺവാണിഭം മാത്രമല്ലല്ലോ, ഈ നാട് കുരുതിക്കളമാക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ CPM-കാർ പറയും അത് K. സുധാകരനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയും അത് K. സുധാകരനാണ്. ഖദറാണ് ധരിച്ചതെങ്കിലും RSS-ന്റെ മനസ്സുള്ളൊരു നേതാവാണ് K. സുധാകരൻ. എത്രയാളുകളെ കൊല്ലുവാൻ വേണ്ടി മാത്രം ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സഖാ VP ജയരാജൻ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു വരുമ്പോ അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി, വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും സഹായവും നൽകിയത് ആരാണ്? K. സുധാകരനല്ലേ. നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി നേതൃത്വം കൊടുത്തതാരാ? K. സുധാകരനല്ലേ. കൊളങ്ങരത്ത് രാഘവനെ ബോംബെറിഞ്ഞു കൊല്ലാൻ നേതൃത്വം കൊടുത്തതാരാ? K. സുധാകരനല്ലേ. സേവറി ഹോട്ടലിൽ ചോറി വിളമ്പി കൊടുക്കുന്ന നാടുവാട്ടിനെ
സുധാകരനെ ബോംബെറിഞ്ഞു കൊല്ലാൻ നേതൃത്വം കൊടുത്തത് കെ സുധാകരനല്ലേ? ഇത്രയേറെ നീചമായിട്ടുള്ള കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കെ സുധാകരനാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ കുറിച്ച്, ഒരു സാമൂഹ്യ പ്രവർത്തകനെ കുറിച്ച്, ഒരു ജനപ്രതിനിധിയെ കുറിച്ച് അപമാനത്തോടുകൂടി നമുക്ക് പറയാമെങ്കിൽ അത് കെ സുധാകരനെ കുറിച്ച് പറയേണ്ടി വരും. മോൻസൻ, ആരാ മോൻസൻ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളൊന്നല്ല. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്. ആ പ്രതിയുമായിട്ടുള്ള വലിയ ബന്ധമാണ് കെ സുധാകരന്. എന്താ ബന്ധം? മോൻസന്റെ ഭവനത്തിലേക്ക് പോകുന്നു. ആ ഭവനത്തിൽ നടക്കുന്നത് ശരിയായ രീതിയിലല്ല എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും മോൻസന്റെ കൂടെ അന്തി ഉറങ്ങാൻ വേണ്ടി KPCC പ്രസിഡന്റ് തയ്യാറായില്ലേ? അർദ്ധനഗ്നകളായിട്ടുള്ള യുവതികൾ സദസ്സിലേക്ക് വരികയാണ്. അവിടെ ഇരിക്കുന്ന വീഡിയോ നിങ്ങളൊക്കെ കണ്ടതായിരിക്കും. വീട്ടിനകത്ത് മസാജ് പാർലറാണ്. എന്തോ അസുഖമുണ്ട്. അസുഖത്തിനുള്ള മരുന്ന് തേടിയിട്ടാണ് മോൻസന്റെ വീട്ടിലേക്ക് പോയതെന്നാ പറയുന്നത്. സർക്കാർ ആശുപത്രി പോട്ടെ, കേരളത്തിൽ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ളത് അത് അലോപ്പതിയിൽ ചികിത്സ വേണോ? ഇവിടെയുണ്ട്. ആയുർവേദത്തിൽ ചികിത്സ വേണോ? ഇവിടെയുണ്ട്. ഈ കേരളത്തിലെ ഏറ്റവും മികവാർന്ന ആശുപത്രികളിൽ ഒന്നും ലഭിക്കാത്ത ഏത് അസുഖത്തിനുള്ള മരുന്നാണ് മോൻസന്റെ വീട്ടിൽ കിട്ടിയതെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് കെ സുധാകരൻ പറയണം. എന്ത് അസുഖത്തിനാണ് അദ്ദേഹം പോയത്? അസുഖം മാത്രമേ അദ്ദേഹം പറയുന്നില്ല, എന്തൊരു പ്രശ്നമുണ്ടെന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. മോൻസനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അകത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണ്. ഒരു പെണ്ണിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുമ്പോ ആ ബലാത്സംഗം ചെയ്ത മുറിക്ക് കാവലിരുന്ന ആളാ KPCC പ്രസിഡന്റ്. രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടേണ്ടത് കോൺഗ്രസുകാരാണ്. ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ അങ്ങനെ ആവശ്യപ്പെട്ടതായി കണ്ടോ? കെ സുധാകരൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് കണ്ണൂരിൽ കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ ഒരു യുവ നേതാവ് വന്ന് പ്രസംഗിക്കുകയാണ്. കെ സുധാകരനാണ് പി ജയരാജനെയും TV രാജേഷിനെയും ഷുക്കൂർ വധക്കേസിൽ കുടുക്കുവാൻ വേണ്ടി അന്ന് പോലീസിനെ നിർബന്ധിച്ചുകൊണ്ട് FIR ഇടാൻ വേണ്ടി കെ സുധാകരന്റെ നിർബന്ധപ്രകാരം ഇട്ടത് എന്ന് പരസ്യമായിട്ട് പ്രസംഗിക്കല്ലേ? തലയ്ക്ക് ഒളിവുണ്ടായിട്ടാണോ പറഞ്ഞു പോയതാണോ എന്ന് നമുക്കറിയില്ല. ചില രഹസ്യങ്ങൾ ചില സമയത്ത് പുറത്തു വരും. വെളിവില്ലാതെ വന്ന് പ്രസംഗിച്ചതാണ്, പക്ഷെ രഹസ്യം പുറത്ത് പറഞ്ഞു പോയി. ഷുക്കൂർ വധക്കേസിൽ CPMന്റെ നേതാക്കളെ കുടുക്കുവാൻ വേണ്ടി കെ സുധാകരൻ ശ്രമിച്ചുവെന്ന് പരസ്യമായി കെ സുധാകരനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് പ്രസംഗിച്ചത്. തടഞ്ഞോ നിങ്ങൾ? അങ്ങനെയല്ല എന്ന് ആരെങ്കിലും ആ വേദിയിൽ സംസാരിച്ച് ഏതെങ്കിലും കോൺഗ്രസിലെ നേതാക്കന്മാർ അവിടെ പറഞ്ഞോ? ഒരു നേതാവും പ്രസംഗിച്ചില്ലല്ലോ. രണ്ടാമതൊരു സമരം നടന്നു. അത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലായതുകൊണ്ട് ആ സമരം നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് പോലീസ് ഇങ്ങനെ ബാരിക്കേഡൊക്കെ ഒരുക്കി 100 കണക്കിന് പോലീസുകാർ സർവസന്നാഹമായി നിന്നു. 10 മണിക്ക് മാർച്ച് ആരംഭിക്കും. കെ സുധാകരനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കണ്ണൂരിലെ കോൺഗ്രസിന് എല്ലാ പ്രവർത്തകരും ഇതാ കണ്ണൂർ നഗരത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നു. 10 മണിക്ക് പ്രകടനം ആരംഭിച്ചില്ല. 10:30ക്കും പ്രകടനം ആരംഭിക്കുന്നില്ല. 11 മണിയായപ്പോ പിന്നെ പ്രകടനം ആരംഭിക്കാതെ പറ്റൂലല്ലോ, രുചിയായി പോവില്ലേ? നമുക്ക് നിന്നെണ്ണി തീർക്കാം. എങ്ങനെ? 100 ആള് വേണ്ടേ? 100 ആള് വേണ്ടേ ഒരു സമരത്തിന്? 100 ആള് തികച്ചില്ല. ഒരഖിലേന്ത്യാ നേതാവിനെ ഇറക്കുമതി ചെയ്തു. എന്തിന്? പ്രസംഗിക്കാൻ. അഖിലേന്ത്യാ നേതാവിനെ ഇറക്കുമതി ചെയ്ത് KPCC പ്രസിഡന്റിന്റെ മണ്ണിൽ ഈ കണ്ണൂരിൽ 100 ആളുകളെ അണിനിരത്താൻ വേണ്ടി പോലും കോൺഗ്രസിനെ സാധിച്ചിട്ടില്ല. എന്തേ സാധിക്കാഞ്ഞത്? കോൺഗ്രസ് എന്ന് പറയുന്നത് നേതൃത്വം മാത്രമൊന്നുമല്ല, കുറെ സാധാരണക്കാരായ കോൺഗ്രസിന്റെ അനുഭാവികളൊക്കെ ഉണ്ട്. അവരൊക്കെ നിരാശരാണ്. പ്രിയപ്പെട്ടവര്, നിരാശരാണ്. കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവാരാ? കോൺഗ്രസിന്റെ മുഖ്യ ശത്രു അത് CPM ആണ്, ഇടതുപക്ഷമാണ്.
ഇവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി MV ജയരാജനോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോ അല്ല കെ സുധാകരനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കഥകളും വെളിപ്പെടുത്തുന്നത്. ആരാ? എത്രയോ കാലം, ദീർഘകാലം കെ സുധാകരന്റെ കൂടെ രാവും പകലും സഞ്ചരിച്ച ഡ്രൈവർ, സാരഥിയായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള പ്രശാന്ത് ബാബുവാണ് വെളിപ്പെടുത്തുന്നത്. എന്താണ് കെ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഇതാ സർവ്വതും അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന നേതാവാണെന്നാണ്. ഇനി എവിടെയൊക്കെ സ്വത്തുണ്ട് നമുക്കറിയില്ല. ഏത് ബിനാമിയുടെ പേരിലാണ് സ്വത്തുള്ളത് എന്ന് നമുക്കറിയില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നാളെ വെളിപ്പെടുത്താനുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എല്ലാ കള്ളക്കഥയും എല്ലാ കഥകളും പുറത്തു വരുമ്പോ ആ കഥകളിലെല്ലാം കെ സുധാകരന്റെ പേര് കേൾക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയപ്പോഴും ഇപ്പോഴും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നിശബ്ദരായിരിക്കുക. എന്താ കാര്യം എന്നറിയോ? എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പോലും പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ള കെ സുധാകരൻ എന്ന് പറയുന്ന അക്രമകാരിയെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നത്? കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോൺഗ്രസിൽ എല്ലാ കാലവും ഉണ്ടാകുമെന്ന് എനിക്ക് തന്നെ ഉറപ്പു പറയാൻ പറ്റൂല. ചിലപ്പോ ഞാൻ BJPയിലേക്ക് പോകും. ആര് പറഞ്ഞാണ്? ഇതേ കെ സുധാകരൻ പറഞ്ഞാണ്. ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP, ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP. അത് ഇന്ത്യയിൽ ഇന്ന് കോൺഗ്രസിന്റെ ഒരു കഷ്ടതയാണ്. എന്ത്? ദേശീയ തലത്തിൽ പ്രവർത്തിച്ച നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാർ, MLA മാർ, സംസ്ഥാന നേതാക്കൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും പോവുകയല്ലേ BJPയിലേക്ക്. അപ്പൊ ഇനി കേരളത്തിൽ കെ സുധാകരനെതിരെ നടപടിയെടുത്താൽ കെ സുധാകരൻ ഇതാ നാളെ ഇനി BJPയിലേക്ക് പോവില്ല എന്ന ഒരുറപ്പില്ല ഹൈക്കമാൻഡിന്. അതുകൊണ്ടാണ് ഇടപെടാത്തത്. നിങ്ങളാരും ധരിക്കണ്ട. കാരണം RSSന്റെ മനസ്സ് പണ്ട് അദ്ദേഹത്തിനുണ്ട്. RSSന്റെ മനസ്സുള്ളവർക്ക്, പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരനെ, ഒരു കുടുംബത്തിന്റെ സ്വപ്നത്തെ ഇടുക്കിയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ സഖാവ് ധീരജിനെ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ഗുണ്ടാ സംഘം വെട്ടിക്കൊന്ന സമയത്ത് ഇതാ യൂത്ത് കോൺഗ്രസിനും KSUവിനും പുനർജന്മം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള കലാപകാരികൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുള്ളയാളാണ് കെ സുധാകരൻ. അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. കൊലപാതകങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കുന്ന നേതാവാണ്. എത്രയോ മനുഷ്യരെ മാത്രമല്ല, ജീവിതത്തിൽ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരെ പോലും ഇല്ലാതാക്കുമ്പോ ആ തട്ടഹസിച്ചുകൊണ്ട് രാക്ഷസന്റെ രൂപം കൈവരിച്ചുകൊണ്ട് അവർക്കെല്ലാം പിന്തുണ നൽകിയിട്ടുള്ള നേതാവ് കെ സുധാകരൻ. ആ കെ സുധാകരൻ കോൺഗ്രസിന് മാത്രമല്ല, കെ സുധാകരൻ ഈ നാടിന് അപമാനമാണ്. വോട്ട് ചെയ്തല്ലോ 4 കൊല്ലം മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MP ആണോ MP? നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ എത്ര ജനപ്രതിനിധികളുണ്ട്? പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഇനി മറ്റേ ഇവിടെ മുനിസിപ്പാലിറ്റി ഉണ്ട്, MLA മാരുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു MP-യുടെ സാന്നിധ്യം ഈ കണ്ണൂർ മണ്ഡലത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനുള്ളിൽ നമ്മൾ ഏതെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ചു. ആ പ്രതിസന്ധി ഘട്ടത്തിൽ എന്തായിരുന്നു ഒരു MP-യുടെ ചുമതല? നിങ്ങൾ നോക്കൂ, ഈ MP 4.5 വർഷക്കാലത്തിനുള്ളിൽ ഇതാ എന്റെ മണ്ഡലത്തിൽ ഒരു സ്കൂളെങ്കിലും ഞാൻ മെച്ചപ്പെടുത്തി എന്ന് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കൂ. എന്റെ മണ്ഡലത്തിൽ ഇതാ എനിക്ക് ഇത്ര റോഡുകൾ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് ഒരു MP-ക്ക് പറയാൻ പറ്റുമല്ലോ. പക്ഷെ ഇദ്ദേഹത്തിന് പറയാൻ പറ്റിയോ? ഇല്ലല്ലോ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മളൊപ്പം ഉണ്ടായിരുന്നത്? ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ പാർലമെന്റിനകത്ത് ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞോ MP-ക്ക്? കണ്ണൂർ ജില്ലയുടെ വികസന സ്വപ്നമായിരുന്നു കണ്ണൂർ വിമാനത്താവളം. ആ കണ്ണൂർ വിമാനത്താവളം നാളെ കന്നുകാലികളെ വളർത്തേണ്ട സാഹചര്യത്തിലേക്ക് മാറുമ്പോ ഇതാ കേന്ദ്ര ഗവൺമെന്റിനോട് ആ പാർലമെന്റിനകത്ത് വെച്ച് ഈ ജില്ലയിലെ കണ്ണൂർ മണ്ഡലത്തിലെ ഈ വിമാനത്താവളത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ഗവൺമെന്റ് ഇടപെടണമെന്ന്
പറയുവാൻ വേണ്ടി കെ സുധാകരന് സാധിച്ചു? ഇല്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. MP എന്ന നിലയിൽ കെ സുധാകരൻ വട്ടപൂജ്യമാണ് എന്ന് മാത്രമല്ല, ജനപ്രതിനിധി എന്ന നിലയിൽ ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തയച്ച ജനങ്ങൾ ഇന്ന് ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിലേറെ കഷ്ടമാണ്, ഒരു ജനപ്രതിനിധി ഒരു പോക്സോ കേസിൽ പെടുന്നു, അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നയാളാവുന്നു. ഇതാ ഈ നാടിനാകെ അപമാനമാകുന്ന സാഹചര്യത്തിലേക്ക് ഒരു പ്രസ്ഥാനത്തെ തന്നെ നയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇതൊക്കെ പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഒരു വല്ലാത്ത മഴക്കാലത്തിന് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇനിയും നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാറുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അഭിമാനമുണ്ടെങ്കിൽ കുമ്പക്കുടി തറവാട്ടിൽ തന്നെയാണ് ജനിച്ചതെങ്കിൽ രാജിവെക്കുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തായി LJD നേതാവ് N. രഞ്ജൻ സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള ഉദ്ഘാടകൻ ശ്രീ ജയപ്രകാശ്, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രതികൂലമായ കാലാവസ്ഥ തുടരുകയാണ്. ഇനിയും ഒന്ന് രണ്ട് നേതാക്കൾ വേദിയിൽ പ്രസംഗിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് ദീർഘമേറിയ ഒരു പ്രസംഗം ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ഘാടകരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ് നിർത്തിയ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ അനുസ്മരിക്കേണ്ടത്. തീർച്ചയായും 4.5 വർഷക്കാലം നമ്മുടെ MP ആയി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിതിവിടെ ചർച്ച ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കേസും അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് പുലർത്തേണ്ട മാന്യതയും ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ 4.5 വർഷക്കാലം നമ്മുടെ MP എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ എന്താണ് ചെയ്തത് എന്നുകൂടി കോൺഗ്രസിൻ്റെ ആളുകൾ ഈ നാടിനോട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അവിടെയും പ്രതിഷേധ പ്രകടനങ്ങളും രാഷ്ട്രീയ പ്രേരിതമായി LDF അദ്ദേഹത്തെ വേട്ടയാടുകയാണെന്ന് പ്രഖ്യാപിച്ചു. നടത്തുന്ന സമരങ്ങളിൽ 10 ആളും 15 ആളും 100-ൽ താഴെ. പക്ഷേ എന്തുകൊണ്ടാണ് അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 4.5 വർഷം മുൻപ് ഒരു MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട് നമ്മുടെ ഇടയിൽ നിന്നും കടന്നുപോയൊരു മനുഷ്യൻ ആ ഒരു MP എന്നുള്ള പദവി നിലനിർത്തിക്കൊണ്ട് ഒരു കാര്യവും നമ്മുടെ നാടിന് ചെയ്തില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാടിന് അപമാനകരമാകുന്ന തരത്തിലുള്ള പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേസിൽ പ്രതിയായിട്ട് പോലും അദ്ദേഹം പറയുന്നത് മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ല ആളാണ്, അദ്ദേഹത്തോട് ഞാൻ ഇപ്പോഴും സൗഹൃദം പുലർത്തുകയാണ്. ഇതെങ്ങനെ ഒരാൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു? ഞാനോ നിങ്ങളോ ഇത്തരത്തിലൊരു കേസിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് 2 ആഴ്ചയൊന്നും വീട്ടിൽ പുറത്തിറങ്ങില്ല, അത് ഉറപ്പല്ലേ? പക്ഷെ ഈ മനുഷ്യന് ഇതൊക്കെ ഒരു ഭൂഷണമായി കൊണ്ടു നടക്കുകയാണ്. കാരണം ഒരു പ്രായപൂർത്തിയെത്തായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു കേസിന്റെ സന്ദർഭത്തിൽ അവിടെ സാക്ഷിയായി അദ്ദേഹം ഉണ്ട് എന്നാണ് പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിനപ്പുറം കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്നും വെട്ടിച്ച് ഈ രാജ്യത്തെ ആകമാനം നീതി ന്യായ സംവിധാനത്തെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ അവിടെ തിണ്ണനിരങ്ങി കഴിഞ്ഞിരുന്ന ഒരു MP-ക്ക് അദ്ദേഹം ആരാണ് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥ. അദ്ദേഹം പറയുന്നു ഇപ്പോഴും അദ്ദേഹം മാന്യനാണ്, നല്ലൊരു വ്യക്തിയാണ്, ഞാൻ ചില അസുഖത്തിന് അവിടെ ചികിത്സയ്ക്ക് പോയപ്പോൾ നല്ല പരിഗണനയാണ് എനിക്ക് കിട്ടിയത് എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്തൊരു നീതിയാണ്? ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ MP എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു ജനപ്രതിനിധി അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ഈ നാടിന് നൽകിയ വാഗ്ദാനം അദ്ദേഹത്തിന് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വയം അദ്ദേഹം രാജിവെച്ച് പുറത്തു പോവുക തന്നെ വേണം.
കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ഈ നാടിനോട് ഒരു MP പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടേണ്ടത് അദ്ദേഹം MP സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ്. നേരത്തെ ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ചല്ലോ, KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനം തന്നെയാണ്. കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു സ്ഥാനം തന്നെയാണ്. പക്ഷേ അവിടെ മുൻപിരുന്ന ഒരുപാട് ആളുകൾ ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം അപഹസിച്ചുകൊണ്ട് ആ കസേരയിൽ ചുരുണ്ടുകൂടി ഇവിടെ എല്ലാ തോന്നിയവാസങ്ങളും നടത്തുന്ന ഒരു നേതാവായി KPCCയുടെ പ്രസിഡന്റ് K. സുധാകരൻ മാറിയപ്പോൾ അദ്ദേഹത്തോട് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പറയാൻ ഞങ്ങളല്ല, കോൺഗ്രസിന്റെ സാധാരണക്കാര പ്രവർത്തകർ, ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ പറയണം. ഇനി ഈ കസേരയിൽ K. സുധാകരൻ ഇരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ പോക്സോ ചുമത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു. അദ്ദേഹം അഴിമതി നടത്തിയെന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അതിന്റെ പേരിൽ അയാളെ കേസിലടക്കം ഉൾപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ KPCCയുടെ അധ്യക്ഷ സ്ഥാനം തുടരാൻ K. സുധാകരൻ അർഹനല്ല എന്ന് പ്രഖ്യാപിക്കാൻ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇയാളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങളുടെ വീടുകളിൽ ഇനിയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചോദിക്കാൻ കടന്നു വരേണ്ട ആളുകളാണ് കോൺഗ്രസിന്റെ ആളുകൾ. അവർക്ക് ഇദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് വേണ്ടി, ഒരു നേതാവിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി സാധിക്കുമോ? സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ നാടിന്റെ MP എന്ന നിലയിലുള്ള അലങ്കാരം അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് അത് രാജിവെച്ചുകൊണ്ട് പുറത്തു വരണം. അതോടൊപ്പം കോൺഗ്രസിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ നേതാക്കൾ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രം ഒരു വാക്ക് അദ്ദേഹം സൂചിപ്പിച്ചു. കാരണം എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സുധാകരൻ കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. പക്ഷെ ജാഗ്രത പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് ഭംഗ്യന്തരേണ ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള ആളുകളെല്ലാം സുധാകരനല്ലേ താങ്ങി നിർത്തണം എന്നുള്ള മറ്റുള്ള ഒരു ഒഴുകുന്ന തോണിക്കൊരുണ്ട് എന്നുള്ള രീതിയിൽ ആളുകൾ കടന്നു പോകുന്നു. പക്ഷെ ഇതൊക്കെ തന്നെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് ഭൂഷണമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം MP സ്ഥാനം രാജിവെക്കണം. അതോടൊപ്പം കോൺഗ്രസിന്റെ ആളുകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടണം എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഈ കൊടും മഴയിലും ഈ സന്ദർഭത്തിൽ ഇവിടെ ഒത്തുചേരുന്നത് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് വിളംബരം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വീണ്ടും വരാൻ പോകുന്നു. ഇദ്ദേഹത്തെ തന്നെ വീണ്ടും ചിലപ്പോ എഴുന്നള്ളിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവും. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളോട് ഒന്ന് ഓർക്കണം, നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ എത്ര ആളുകൾ ഈ നാടിനോട് അവരുടെ അന്തസ്സത്തെ പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടില്ലെന്ന് നമുക്ക് തിരിച്ചറിയണം. ഈ 4 വർഷക്കാലം എന്ന് പറയുന്നത് നമുക്കറിയാലോ, എന്തെല്ലാം ദുരിതങ്ങൾ നമ്മൾ താണ്ടിയ നാളുകളാണ്. കൊറോണ മാത്രമല്ല, പ്രളയവും മറ്റെല്ലാ ദുരിതങ്ങളും താണ്ടി 4 വർഷം നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോ ഈ ഒരു ജനപ്രതിനിധി, ഒരു MP, അദ്ദേഹത്തിന്റെ സാന്നിധ്യം എവിടെയായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിച്ച് നോക്കണം. നമ്മുടെ ഓർമ്മയിലൊന്നും ഈ ഒരു ജനപ്രതിനിധി, ഒരു MP ഈ 4 വർഷക്കാലത്തെ ഈ ദുരിതപർവത്തിനിടയിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സ് തുറന്നു പറയുകയാണ്. അത് നമ്മൾ മാത്രമല്ല, ഈ നാട് ഒന്നാകെ തുറന്നു പറയുന്നു. K. സുധാകരൻ എന്ന് പറയുന്ന MP-യുടെ സാന്നിധ്യം നമ്മുടെ പെരുമഴക്കാലത്തായാലും നമ്മുടെ കൊറോണ കാലത്തായാലും നമ്മുടെ ദുരിതപർവങ്ങളിലൊന്നും അത്തരമൊരു വ്യക്തിയുടെ സാന്നിധ്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടാണ് തിരിച്ചറിവ് ഈ നാടിനുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തത് JDS നേതാവ് നാസർ BP സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാം. ഈ പരിപാടി അധ്യക്ഷ സ്ഥാനം വഹിച്ച ഈ ബാലകൻ, സ്വാഗതം പറഞ്ഞ ശ്രീ അയാൾ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അവർ വേദിയിലും സദസ്സിലും ഉപയോഗിച്ചതായിട്ടുള്ള LDF-ൻ്റെ കർമ്മനിരതരായ പ്രവർത്തകർ, ഈ വൈകിയ വേളയിൽ
സുദീർഘമായി സംസാരിക്കുന്നില്ല. കാരണം നമ്മുടെ കണ്ണൂർ എം പി ശ്രീ സുധാകരൻ നടത്തിയ അഴിമതിയെ സംബന്ധിച്ചും അദ്ദേഹം നടത്തിയ രാഷ്ട്രീയപരമായ അക്രമങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയും സുധാകരനെ സംബന്ധിച്ച് പറയുമ്പോൾ പഴയകാല ആളുകൾക്കൊക്കെ അറിയാം, കണ്ണൂർ ജില്ലയിൽ ഒരു കാലത്ത് അക്രമങ്ങൾക്ക് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നേതൃത്വം നൽകിയ വലതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തൻ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കൊലപാതകത്തെ സംബന്ധിച്ചൊക്കെ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിലൊക്കെ നാം യഥാവധി കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വാർത്തയാണ് ശ്രീ KPCC പ്രസിഡന്റ് സുധാകരനും അതുപോലെ തന്നെ ജോൺസൺ മാവുങ്കലും തമ്മിലുള്ള വ്യാജ കച്ചവടം, വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തോഴ കൈമാറും, അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ. പക്ഷേ കാര്യങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ ഭാഗമായി തെളിവുകൾ സഹിതം നിരത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ അതൊക്കെ സുധാകരൻ നിഷേധിച്ചിട്ട് പിന്നീട് അതിലൊക്കെ സുധാകരൻ സമ്മതം കൊള്ളുകയാണ് ചെയ്തത്. ആദ്യം ഞാനവിടെ പോകാറുണ്ട്, പക്ഷെ ഒരു തവണ മാത്രമായിരുന്നു പോയിരുന്നത്. അത് ചികിത്സാ ആവശ്യാർത്ഥമാണ്. രോഗത്തെ സംബന്ധിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ഒരു തവണ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കണ്ണിന് താഴെയുള്ള പാട് ഒന്ന് ചികിത്സിച്ച് മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കണ്ണ് കാഴ്ചയുടെ പ്രശ്നമാണ്, അത് ചികിത്സിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഉരുട്ട് കളികളാണ്. നമുക്കറിയാം, വലിയ ഹൈടെക് ഹോസ്പിറ്റലുകളൊക്കെ ചെയ്യുന്ന കണ്ണൂരിൽ നിന്നും അദ്ദേഹം അവിടെ പോയതും മറ്റും പത്രമാധ്യമങ്ങളൊക്കെ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ബലാത്സംഗത്തിന് ഇരയായ കുട്ടി തന്നെ പറയുകയുണ്ടായി, സുധാകരൻ്റെ എറണാകുളത്ത് വന്നാൽ ഇവിടെ നിത്യ സന്ദർശകനാണെന്നും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിനൊന്നും അദ്ദേഹത്തിന് നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞത്, ആ 10 ലക്ഷം കൈമാറിയ ദിവസം ഞാൻ കോൺഗ്രസ് നേതാവ് MA ഷാനവാസിന്റെ, അതായത് 2018 നവംബർ മാസം 22-ാം തീയതി MA ഷാനവാസിന്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ ടെലിവിഷനിൽ അത് നിരത്തിയപ്പോൾ അന്നാക്ക് തൊടാതെ അദ്ദേഹം കഴുകി. അതിനുശേഷം 25 ലക്ഷം രൂപ മോൻസൺ കൈമാറിയപ്പോൾ അതിൽ സുധാകരൻ തൊട്ടടുത്തുണ്ടായിരുന്നു. അതിനുശേഷം മോൻസൺ ആ 25 ലക്ഷം രൂപയിൽ നിന്നും 10 ലക്ഷം രൂപ സുധാകരൻ നൽകുകയാണ്. ഇതൊക്കെ സാക്ഷ്യം വഹിച്ച അനൂർ മുഹമ്മദ് എനിക്കറിയില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. അതും തെളിവ് സഹിതം ഹാജരാക്കിയപ്പോൾ അതും അഞ്ഞാക്ക് തൊടാതെ വഴി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയപരമായ ഒരു പ്രതിരോധമല്ല നാം ഇവിടെ സംവിധാനിച്ചത്. നമ്മുടെ കണ്ണൂരിലെ MP, നമ്മുടെ കണ്ണൂരിന്റെ ശബ്ദം പാർലമെന്റിൽ ഉച്ചയിസ്വരം അറിയിക്കാൻ വേണ്ടി നാം തെരഞ്ഞെടുത്ത നമ്മുടെ ജനപ്രതിനിധി, അതായത് K. സുധാകരൻ, അദ്ദേഹം ഇപ്രകാരം തെറ്റുകൾ ചെയ്യുമ്പോൾ MP എന്ന് വേണ്ട ഒരു പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ചെറിയ തെറ്റുകൾ ചെയ്താലും അതിന് യഥാർത്ഥ ശിക്ഷ നൽകണമെന്നുള്ള ഒരു അപേക്ഷയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്. എന്തെല്ലാം വ്യാജങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ് പ്രചരിപ്പിച്ചത്. കോൺഗ്രസിലെ സമുദ്രപ്രേമായ നേതാവ്
നമുക്കറിയാമല്ലോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ചും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിയെ സംബന്ധിച്ചൊക്കെ ഒരു വേള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തരായ ആചാര്യ സഖാവ് എം.എസ്. നമ്പൂതിരിപ്പാട് പറയുകയുണ്ടായി, വിഭജനം നടന്നപ്പോ പല ആളുകളും പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടപ്പോ നമ്മുടെ രാജ്യം ഒരു ഹൈന്ദവ രാജ്യമാണെന്ന് പറഞ്ഞപ്പോ അതിന്റെ എതിർത്ത് രണ്ട് മഹത്വങ്ങൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതാണ് രാഷ്ട്രപിതാവ് ഗാന്ധിജി നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് ഹൈന്ദവ രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോ എതിർത്ത വ്യക്തിയെ പിന്നീട് സുധാകരൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു സംഘപരിവാറിന്റെ കൂട്ടാളിയാണെന്ന്. ലജ്ജയിലെ ഈ KPP പ്രസിഡന്റ് എന്ന് ചോദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തിയ അദ്ദേഹം ഇരുന്ന കസേര മറന്നുപോയോ, അദ്ദേഹം തലമുറ അനുവദിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ച ഗോപികൊണ്ട് അദ്ദേഹം KPCC പ്രസിഡന്റായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹബ് അദ്ദേഹം KPDC പ്രസിഡന്റായിരുന്നു. ഇവരൊക്കെ ഇരുന്ന ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് കെ സുധാകരന് പറയാൻ ലജ്ജയിലെ എന്നുള്ള കാര്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ദീപിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ നല്ലവരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, ഉപ്പെടുന്നവന് വെള്ളം പിടിക്കണം. അത് മാത്രമേ നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരായിരമായ ആശംസ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ. അടുത്തായി NCP നേതാവ് KP ശിവപ്രസാദ് സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, കണ്ണൂരിൻ്റെ MP-യും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ പദവികൾക്കോ അതുപോലെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിലോ നിരക്കാത്ത അദ്ദേഹം ചെയ്ത ചെയ്തികൾ, ആ ചെയ്തികളെ തുറന്നു കാട്ടുന്നതിനും അതിനോട് പ്രതിഷേധിക്കാനും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാനും വേണ്ടി ഇവിടെ കൂത്തുപറമ്പ് മാറോളിഘട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തായി INL നേതാവ് AO അഹമ്മദ് കുട്ടി സംസാരിക്കും. സാഹിബിനെ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബാലേട്ടൻ, മറ്റ് വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്നിവിടെ ചേർന്ന ഈ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നമ്മുടെ നാട്ടിന് അവമാനം വരുത്തിയ സുധാകരൻ ചെയ്ത ചെയ്തികൾക്കുള്ള മറുപടികളാണ്. മോൺസൺ മാവുങ്കൽ എന്ന ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്യുകയും പല പാവപ്പെട്ടവരുടെ പണങ്ങൾ പുരാവസ്തു ബിസിനസിന് വേണ്ടി മുൻനിരയിലുകൊണ്ട് 10 ലക്ഷവും 20 ലക്ഷവും 50 ലക്ഷവും എല്ലാം മേടിച്ചു കൊടുക്കുമ്പോൾ അനങ്ങാതെയിരുന്ന ഈ സുധാകരൻ നമ്മുടെ പാർലമെന്റിൽ കണ്ണൂരിനെ പ്രതികരിച്ചു പോയപ്പോൾ ഈ കേരളത്തിൽ പല കേന്ദ്ര ആനുകൂല്യങ്ങളും ചോദിച്ചു വാങ്ങും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ട ആളായിരുന്നു. എല്ലാത്തിനും തടസ്സം നിൽക്കുകയല്ലാതെ കോൺഗ്രസിലെ ഒരു MP പോലും കേരളത്തിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനോ അതുപോലെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാതെ ഇതേപോലെയുള്ള ക്രിമിനൽ കേസുകളെ പ്രതികളെ സപ്പോർട്ട് ചെയ്യുകയും അവരിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് മണിമാളിക പണികയും 5 കോടി രൂപയോളം ചിലവ് വരുന്ന മണിമാളികയാണ് സുധാകരൻ പണിതിരിക്കുന്നത്. വല്ലവർക്കും സംശയമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വലിയ ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ കാണാൻ പറ്റുന്ന ആ ബംഗ്ലാവ് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളതെല്ലാം ജനങ്ങൾക്കറിയാം. എങ്കിലും കോൺഗ്രസ്സുകാർക്ക്
ഇതൊന്നും മനസ്സിലാവില്ല. കോൺഗ്രസിലെ ചില നേതാക്കന്മാർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. DM സുധീരനെ പോലെ, അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ 1-2 വ്യക്തികൾ മാത്രമേ അദ്ദേഹം ചെയ്ത ചെയ്തികൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവരെല്ലാം ഈ തെമ്മാടി കൂട്ടത്തിൽ അടിയുറച്ചൊക്കെയാണ്. കൂടുതലായിട്ടൊന്നും ഈ അവസരത്തിൽ സംസാരിക്കുന്നില്ല. എല്ലാവരും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നാട്ടുകാർക്കെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് നോക്കുക. ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടെ നടന്ന പ്രകടനത്തിലും ഈ കൂട്ടായ്മയിലും പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഹാക്കളോടും